ഹലോ, എല്ലാവർക്കും നമസ്കാരം. ആദീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് അബുദാബിയിലോട്ടാണ് പോണത്. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അബുദാബിയിലുള്ള ജുബൈൽ മാംഗ്രോ പാർക്കിലോട്ടാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 2 മണിക്കൂർ സഞ്ചരിച്ചാൽ ആ സ്ഥലത്ത് എത്തും. ഞങ്ങളിപ്പോൾ ആ സ്ഥലത്ത് കയറുകയാണ്. ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് സ്ഥലമുണ്ട്, പിന്നെ നല്ല ചൂടുണ്ട്. നമ്മളവിടെ മാംഗ്രോവിലെത്തി അവിടെ എത്തിയ സമയത്ത് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ, എത്ര ആളുണ്ട് എന്നുള്ളത് അതിൻ്റെ എണ്ണം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പാർക്കിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് ചെറിയൊരു ഫീസ് ഉണ്ട്, അത് കൊടുത്തു. നമ്മളത് ഉള്ളിലേക്ക് കയറുകയാണ്. ഇപ്പോഴത്തെ പാൻഡമിക് സിറ്റുവേഷൻ കാരണം അകത്തേക്ക് കയറാനും പുറത്തേക്ക് പോകാനും സെപ്പറേറ്റ് വഴി ഇങ്ങനെ തിരിച്ചിട്ടിട്ടുണ്ട്. അകത്ത് കയറി അപ്പം തന്നെ നമ്മൾ കാണുന്നത് നല്ല രസകരമായിട്ടുള്ള ചെടികളാണ്. ഇത് പ്ലാസ്റ്റിക് ആണെന്ന് തോന്നും, എന്നാൽ പ്ലാസ്റ്റിക് അല്ല, ഒറിജിനൽ തന്നെയാണ് കേട്ടോ. എന്ത് ഭംഗിയാ! മാൻഗ്രോവ് പാർക്ക് എന്ന് പറയുന്നത് കണ്ടൽക്കാടുകളാണ്. ഇവിടെ നമ്മൾ കാണുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെ ഇങ്ങനെ മരത്തോണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബ്രിഡ്ജ് പാലം ആണ്. അതിൽ കൂടെ നടന്നിട്ടാണ് നമ്മൾ എല്ലാം നോക്കി കാണുന്നത്. ഈ കണ്ടൽക്കാട് ഉണ്ടല്ലോ, അത് ശരിക്കും ചതുപ്പ് നിലത്തിലാണ് ഉള്ളത്. അത് കുറേ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന, മൊത്തത്തിൽ എല്ലാവിടെയും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. കുട്ടികളുടെ സെക്ഷൻ ഭയങ്കര ത്രില്ലിലാണ്. അവരിങ്ങനെ ഫ്രണ്ടിൽ ഓടുന്നുണ്ട്. അപ്പം നമുക്ക് അവരുടെ കൂടെ കൂടാം. ഈ പാലത്തുമ്മൽ കൂടെ നടന്നു പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു അനുഭവമാണ്. അതായത് ചുറ്റും വെള്ളവും കണ്ടൽക്കാടും അതിൻ്റെ നടുക്ക് കൂടെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നല്ലൊരു രസകരമായിട്ടുള്ള ഒരു ഫീലാണ്. നമ്മൾ കുറച്ചധികം ആൾക്കാരായിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ നമുക്കിവിടെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഹാഫ് ഡേയിലും കൂടുതൽ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതിന് മാത്രം നടന്ന് കാണാനുള്ള സംവിധാനം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടീസ് എന്തോ കണ്ടിട്ടുണ്ട്. അവർ എന്തോ കണ്ട് അവിടെ അങ്ങനെ സ്ട്രക്കായി നിൽക്കുകയാണ്. നമുക്കത് എന്താണെന്നൊന്ന് നോക്കാം. അത് ഞണ്ടാണെന്നാണ് പറയണത്. ഞണ്ട്, ഇത് കറുപ്പ ഞണ്ട് കേട്ടോ. ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്, കറുപ്പ ഞണ്ട്.
കുറച്ചങ്ങോട്ട് നടന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു നെറ്റാണ്. അതിൽ നമുക്ക് കളിക്കാൻ വേണ്ടിയുള്ളതാണ്. അത് ലക്ഷ്മി പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. കാരണം അത് വെള്ളത്തിന് മുകളിൽ കെട്ടിയിട്ടുള്ള നെറ്റാണ്. അതിൽ ചാടി കളിക്കാൻ വേണ്ടിയുള്ളതാണ്. എല്ലാ കുട്ടികളും കൂടി ഇപ്പോൾ ആ പേടിയൊക്കെ മാറി. ഇപ്പോൾ ശരിക്ക് കുറേ നേരം എൻജോയ് ചെയ്തു അതിൽ ചാടി കളിച്ചും ഒക്കെ ആയിട്ട്. ഇവിടെ കുറച്ച് ഭാഗം എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ കണ്ടൽക്കാടുകൾ കുറവാണ്. ശരിക്ക് വെള്ളം ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ നാട്ടിൽ നമ്മൾ വയലിലൊക്കെ ചെല്ലുമ്പോൾ മഴക്കാലത്ത് വെള്ളം കെട്ടി കിടക്കണ നമുക്കൊരു ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും. നല്ല രസകരമായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ മാൻഗ്രോവിനുള്ളിൽ. Let's go. Yeah. I'm like an addict, do I gotta have it. I ain't even playing, got a really bad habit. If it moves, gotta grab it. Fuse like a magnet, lose, won't have it till I'm doomed in a casket. I ain't playing, got a weird mind. If you work 8 hours, I'ma work 9. If the shit tastes sour, you should taste mine. I'ma stay in power for a long time. Get up, nah, I ain't a quitter. Toss me the ball, I'm a really big hitter. Big picture, I'm a straight killer. Rising the song to the highest bidder. Got juice, got gas, I'ma move fast. New shoes, new tracks, like who's that? I'm new, come back, better than last. Yeah, it's a new me, never gonna look back. I'm never gonna look back. Cause damn, I was built to last. You move slow and I move fast, and that's facts. Only I can make a change. Slowly take a step today. I will never be the same. Cause that's what it takes. Pieces is a form of art. I'm never gonna look back. Cause damn, I was built to last. You move slow and I move fast, and that's facts. Only I can make a change. Slowly take a step today. I will never be the same. Cause that's what it takes. ഇവിടുത്തെ പ്രത്യേകതയാണ് നമ്മൾ എത്ര നേരം നമ്മളിവിടെ ചെലവഴിച്ചാലും ഇങ്ങനെ സമയം പോണതും അറിയില്ല. നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് ഓരോ ഭാഗത്ത് ചെല്ലുമ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കും. നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ ഇവിടെ എന്താ കാണാനുള്ളത്, കണ്ടൽക്കാടല്ലേ, കണ്ടൽക്കാടിൽ എന്താ ഉള്ളത്. പക്ഷെ നല്ല ടൈം പാസ്സാണ്, നല്ല രസകരമായ സ്ഥലമാണ്, വന്ന് കാണാനും എല്ലാമായിട്ട് നല്ല രസകരമായിട്ടുള്ള സ്ഥലമാണ്. ആ കാണുന്നത് ഒരു കൊക്ക് മീൻ പിടിക്കാൻ നിൽക്കുകയാണ്. നമ്മൾ കുറച്ച് നേരം ട്രൈ ചെയ്തു മീൻ പിടിക്കണ കാണാമെന്ന്. കൊക്കിൻ്റെ ഏകാഗ്രത നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ ഉപേക്ഷിച്ച് പോന്നു. ഇപ്പോൾ കാണുന്നത് ഭാവിയിലെ കണ്ടൽ കാടുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. ചെറിയ ചെറിയ കണ്ടൽ ചെടികൾ മുളച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. പരിപാടി നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. തിരിച്ച് നമ്മൾ ഇതാ എൻട്രൻസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും രസകരമായ ഈ പാലത്തിലൂടെ ഇങ്ങനെ നടന്ന് കയറിക്കൊണ്ടിരിക്കുന്നു. നല്ല
അടിപൊളി കാഴ്ചകളാ ഇവിടെ. എല്ലാരും വന്നൊന്ന് കാണണേ. ശബ്ദം കിട്ടിയില്ലാവും ഇത്ര വിലയെന്ന് പറഞ്ഞിട്ട്. ഇന്ന് ഞങ്ങൾ ഇവിടെ ഒക്കെ കണ്ടു കഴിഞ്ഞു. ഇനി ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പൊ അടുത്ത വീഡിയോ കാണാം കേട്ടോ.